എല്ലാവർക്കും നമസ്കാരം. 5ാം ക്ലാസ്സിൻ്റെ സർവേ ഭവന്തു സുഖിനഃ എന്ന പാഠമാണ് ഇന്ന് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആ പാഠത്തിലേക്കുള്ള ലിങ്ക് ആക്ടിവിറ്റി പേജ് നമ്പർ 51 ഉള്ളത്. തൊട്ടു മുമ്പിലെ പാഠത്തിൻ്റെ പേജ് നമ്പർ 51 ഭവതഃ ഗൃഹേ ഉദ്യാനമസ്തി ഖലു. നിങ്ങളുടെ വീട്ടിൽ ഉദ്യാനമില്ലേ? കാനി കാനി പുഷ്പാണി തത്ര വിലസന്തി. ഏതെല്ലാം പുഷ്പങ്ങളാണ് അവിടെ ഉള്ളത്? പ്രതിദിനം ഉദ്യാന പരിപാലനായ കിം കിം കരോതി. എല്ലാ ദിവസവും ഉദ്യാനം പരിപാലിക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? വദതു എന്നാണ് ചോദ്യം. കുട്ടികളെ കൊണ്ട് ലഘുവാചകങ്ങളിൽ പറയിപ്പിക്കാനാണ് ഈ പ്രവർത്തനം. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ 1-2 വാചകങ്ങൾ ഇതിനുമായി ബന്ധപ്പെട്ട് ഇവിടെ ചേർക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ഭവതഃ ഗൃഹേ ഉദ്യാനമസ്തി ഖലു എന്നാണ്. നിങ്ങളുടെ വീട്ടിൽ ഉദ്യാനമില്ലേ? അതിന് ഉത്തരമാണ് ആം. അടുത്തത് കാനി കാനി പുഷ്പാണി തത്ര വിലസന്തി. എന്തെല്ലാം പുഷ്പങ്ങൾ അവിടെ ഉല്ലസിക്കുന്നു? അതിൻ്റെ ഉത്തരമാണ് മല്ലിക, പാരന്തി, പാടലം, സൂര്യകാന്തിഹി, മന്ദാരം, ജയമന്തി, ജപാകുസുമം. മുല്ലപ്പൂവ്, തെച്ചിപ്പൂവ്, റോസ, സൂര്യകാന്തി, മന്ദാരം, ജമന്തി, ചെമ്പരത്തി. ഇത്രയും പൂക്കൾ. നമുക്ക് വേറെ ഇഷ്ടമുള്ള പൂക്കൾ കൂടി അവർക്ക് പറയുന്നതൊക്കെ ചേർത്ത് അത് കൊടുക്കാം. അടുത്ത ചോദ്യം എന്താണ്? എന്തൊക്കെയാണ് നിങ്ങൾ ഉദ്യാനം പരിപാലിക്കാനായിട്ട് ചെയ്യുന്നത് പ്രതിദിനം? ഉത്തരം പ്രതിദിനം ജലേന സിഞ്ചതി, വെള്ളം നനയ്ക്കുന്നു. വനസ്പതി കീടാൻ നിവാരയതി, ചെടികളിലെ പുഴുക്കളെ ഒഴിവാക്കുന്നു. അവശ്യം ഉർവരകം ദദാതി, ആവശ്യമായ വളം കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് സിമ്പിളായിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കേണ്ടത്. അപ്പോൾ ആവശ്യമെങ്കിൽ നമുക്ക് ഈ വാചകങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ആ പ്രവർത്തനം അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് പാഠത്തിലേക്ക് കടക്കുക. അതിനുശേഷം നിങ്ങൾക്കെല്ലാവർക്കും ചെടികളെയും പൂക്കളെയും ഒക്കെ ഇഷ്ടമല്ലേ? ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും എത്ര മനോഹരമാണല്ലേ? അപ്പോൾ അവയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെപ്പോലെ തന്നെ കരുതണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അത്തരത്തിലൊരു പെൺകുട്ടി, എന്താണ്, ജീവജാലങ്ങളെയൊക്കെ സ്നേഹിച്ച, പ്രകൃതിയെ സ്നേഹിച്ച ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് നമുക്ക് അടുത്ത പാഠത്തിൽ പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. പഞ്ചമഃ പാഠഃ സർവേ ഭവന്തു സുഖിനഃ. 5ാമത്തെ പാഠം എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ, എല്ലാവരും സുഖത്തോടെ ഇരിക്കട്ടെ എന്നർത്ഥം വരുന്ന സർവേ ഭവന്തു സുഖിനഃ. സർവേ ഭവന്തു സുഖിനഃ എന്നത് വളരെ മഹത്തരമായ ഒരു ഭാരതീയ ദർശനമാണ്. ലോകത്തുള്ള എല്ലാവരും സുഖത്തോടെ ഇരിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. നാം ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും സുഖത്തോടെ ഇരിക്കട്ടെ എന്നാണ് പാഠത്തിൻ്റെ പേര്. അതുകൊണ്ട് തന്നെ ഈ പാഠവും അതുമായി ബന്ധപ്പെട്ടതായിരിക്കുമല്ലോ എന്നുള്ള ധാരണയും കൂടി കൊടുത്തിട്ട് നമുക്ക് തുടങ്ങാം. ആമുഖമായി പറയുകയാണ്, എത്ര വിശ്വം ഭവത്യേക നീടം ഇതി ചിന്ത അന്യോന്യാശ്രിത ജീവിതേ അനിവാര്യമേവ. ലോകമെല്ലാം ഒരു തറവാട് പോലെയാണ്. എവിടെ? നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു ദർശനമാണ് ലോകം ഒരു തറവാടാണ് എന്നത്. ലോകത്തുള്ള എല്ലാവരും എന്താണ്? ഒരു കുടുംബത്തിലെ അംഗമാണ് എന്ന ചിന്ത എന്താണ്? അന്യോന്യാശ്രിത ജീവനെ, പരസ്പര ആശ്രയ ജീവിതത്തിൽ അനിവാര്യമാണ്. അടുത്ത് പറയാണ്, വൃക്ഷലതാദീൻ പക്ഷിമൃഗാദീൻ ച പ്രതി കസ്യാശ്ചിത് ബാലികായാഹ സ്നേഹഃ കഥമിതി പശ്യാമഹ. വൃക്ഷലതാദികളോടും പക്ഷിമൃഗാദികളോടും ഒരു ബാലികയ്ക്കുണ്ടായ സ്നേഹം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം, നമുക്ക് കാണാം എന്നാണ് ആ വാക്കുകളുടെ അർത്ഥം. അവിടെ മനോഹരമായൊരു ചിത്രം കൊടുത്തേണ്ട ഒരു വീട് നമുക്ക് കാണാൻ സാധിക്കും. ആ കുട്ടി എന്താണ് ചെയ്യുന്നത്? ഒരു വലിയ വൃക്ഷം അവിടെ നമുക്ക് കാണാം. 2 പക്ഷികൾ പറന്നു വരുന്നുണ്ട്. അതിന് കയ്യിലെന്തോ അത് തീറ്റ പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കിളികളെയൊക്കെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി ആരാണ് ആ കുട്ടി? എന്താണ് ഇതിൻ്റെ കഥ അല്ലെങ്കിൽ സംഭവം എന്ന് നമുക്ക് പാഠത്തിലൂടെ നമുക്ക് പഠിക്കാം. പേജ് നമ്പർ 53 നമ്മുടെ പാഠം ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലത പഞ്ചമകക്ഷ്യായാം പഠതി. ലത 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. തസ്യാഹ ഗൃഹസ്യ പുരതഃ ഏകഃ വടവൃക്ഷഃ അസ്തി. അവളുടെ വീടിൻ്റെ മുമ്പിൽ ഒരു വലിയ മഹാവൃക്ഷമുണ്ട്. തസ്മിൻ വൃക്ഷേ ബഹവഃ പക്ഷിണഃ ശാബകാശ്ച നിവസന്തി. ആ വൃക്ഷത്തിൽ ധാരാളം പക്ഷികളും അതിൻ്റെ കുഞ്ഞുങ്ങളും വസിക്കുന്നുണ്ട്. ലത പ്രതിദിനം തേഭ്യഃ ഭക്ഷണം ദദാതി. ലത എല്ലാ ദിവസവും അവർക്കായിട്ട് ഭക്ഷണം നൽകും. കിന്തു കേചന തം വടവൃക്ഷം കർത്തയന്തി ഇതി ജ്ഞാത്വ സ അതീവ ഖിന്നാജാത. പക്ഷേ ആരോ ആ വടവൃക്ഷം വെട്ടാൻ ഒരുങ്ങുന്നു എന്നറിഞ്ഞിട്ട് അവൾ വളരെ ദുഃഖിതയായി തീർന്നു. വാർത്താമിമാം അധ്യാപകായ നിവേദയതും സ തസ്യ ഗൃഹം ഗച്ഛതി. ഈ വാർത്ത, ഇമാം വാർത്ത എന്ന് വെച്ചാൽ ഈ വാർത്ത, അധ്യാപകായ അധ്യാപകനെ അറിയിക്കുവാനായിട്ട് സ തസ്യ ഗൃഹം ഗച്ഛതി, അവൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി എന്നർത്ഥം. ലത അവിടെ ചെന്നപ്പോൾ പറയാണ്, നമസ്തേ മഹോദയ സുപ്രഭാതം. അധ്യാപകൻ പറയാണ്, നമസ്തേ ലതേ സുപ്രഭാതം, ആഗച്ഛതു ഉപവിശതു
കിം ദുഃഖിത ലക്ഷ്യത്തെ. നമസ്തേ ലതേ, സുപ്രഭാതം, എന്താണ് ഗുഡ് മോർണിംഗ്, ആഗച്ചു വരൂ, ഇരിക്കൂ, എന്താണ് ദുഃഖിതയായിട്ട് കാണുന്നത്, നീ ദുഃഖിച്ചിരിക്കുന്നത് എന്താണ് എന്നാണ് ചോദിക്കുക. അപ്പം ലത പറയാണ്, മഹാശയ സർവേ ഭൂമേഹി സ്വാമിനഹ ഇതി ഭവതാ പാഠിതം കില. സാറേ, എല്ലാവരും ഭൂമിയുടെ അധികാരികളാണ്, യജമാനന്മാരാണ് എന്ന് താങ്കൾ പഠിപ്പിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. കില എന്ന് വെച്ചാൽ അല്ലേ എന്നുള്ള അർത്ഥത്തിലാണ്. പാഠിതം കില, പഠിപ്പിച്ചിട്ടില്ലേ. അധ്യാപകൻ പറയാണ്, ആം തത് സത്യമേവ സർവേ ഭൂമേഹേ സ്വാമിനഹ ഏവ. അത് ശരിയാണ്, എല്ലാവർക്കും ഭൂമിയിൽ അധികാരമുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും ഭൂമിയുടെ യജമാന്മാരാണ് എന്ന് പറയുകയാണ്. അപ്പം ലത, തർഹി അസ്യാഹ സമസ്യായാഹ പരിഹാരം വദതു. അങ്ങനെയെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം പറയൂ. എന്താണ് ആകുലത, ഈ പ്രശ്നം എന്നൊക്കെയാണ് സമസ്യ. തർഹി അങ്ങനെയെങ്കിൽ എന്നാണ് കേട്ടോ. അപ്പം അധ്യാപകൻ പറയാണ്, കാ സമസ്യ, എന്താണ് പ്രശ്നം? ലത പറയാണ്, ലത മമ ഗൃഹസ്യ പുരതഃ ഏകഃ വടവൃക്ഷഃ അസ്തി. എൻ്റെ വീടിന് മുമ്പിൽ വലിയൊരു മഹാവൃക്ഷമുണ്ട്. തസ്യ ബഹവഃ പക്ഷിണഃ ശാബകാശ്ച നിവസന്തി. അവിടെ ബഹവഃ പക്ഷിണഃ, ധാരാളം പക്ഷികളും കുഞ്ഞുങ്ങളും വസിക്കുന്നുണ്ട്. വയം തേപ്യഃ പ്രതിദിനം ഭക്ഷണം യച്ഛാമഃ. ഞങ്ങൾ എല്ലാ ദിവസവും അവർക്കായിട്ട് പ്രതിദിനം എല്ലാ ദിവസവും ഭക്ഷണം യച്ഛാമഃ, ഭക്ഷണം നൽകി വരുന്നു. അധ്യാപകൻ പറയാണ്, ഉത്തമം, വെരി ഗുഡ് എന്ന് പറയാണ് ലത. കിന്തു തം പാദപം ചേത്തും തസ്യ സ്വാമി നിശ്ചയം അകരോത്. പക്ഷേ ആ വൃക്ഷം, പാദപം എന്ന് വെച്ചാൽ വൃക്ഷം, തരു എന്നൊക്കെയാണ് അർത്ഥം, മരം. ആ മരം വെട്ടുവാനായിട്ട്, ചേത്തും കർത്തയതും വെട്ടുവാനായിട്ട്, തസ്യ സ്വാമി അതിൻ്റെ ഉടമസ്ഥൻ നിശ്ചയം അകരോത് നിശ്ചയിച്ചിരിക്കുകയാണ്. ഏനക്കേനാഭി മാർഗേണ തന്നിവാരയേത്, എന്തെങ്കിലും ഒരു മാർഗത്തിലൂടെ അതെന്താകണം, ഒഴിവാക്കണം എന്ന് പറയാണ് കേട്ടോ. ഏനകനാഭി, എത്തരത്തിലെങ്കിലും ഒരു മാർഗത്തിലൂടെ തന്നിവാരയത്, അത് ഒഴിവാക്കി തരണം എന്ന് പറയുകയാണ്. അപ്പം അധ്യാപകൻ, തവ സഹജീവി സ്നേഹ മഹത്തരയേവ. നിന്റെ ഈ സഹജീവികളോടുള്ള സ്നേഹം മഹത്തരമാണ്. വത്സേ അഭിനന്ദനാനി, മോളെ അഭിനന്ദനങ്ങൾ. തസ്യ രക്ഷണാർത്ഥം വയം പരിശ്രമം കുർമഹ. അതിനെ രക്ഷിക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് പരിശ്രമം ചെയ്യാം. ചിന്തയാ അലം, നീ എന്ത് ചെയ്യേണ്ട, അധികം ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ നീ അധികം ഓവർ തിങ്കിങ് ചെയ്യേണ്ട എന്ന് പറയട്ടെ. നീ എന്താണ് വിഷമിക്കേണ്ട, അത് ഓർത്ത് വിഷമിക്കേണ്ട, ആലോചിച്ച് വിഷമിക്കേണ്ട എന്ന് പറയാണ്. ലത മഹാൻ സന്തോഷ ധന്യവാദ, വലിയ സന്തോഷമായി, താങ്ക് യു സാർ എന്ന് പറയാണ്. അധ്യാപകൻ, ശുഭമസ്തു പുനർമിലാവഹ, നന്നായി ഇരിക്കട്ടെ, പുനർമിലാവഹ, നമുക്ക് വീണ്ടും കാണാം എന്നാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഇതാണ് പാഠഭാഗം. ഇനി അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പേജ് നമ്പർ 54 പദച്ഛേദവും വിഗ്രഹവും ഒക്കെ മുകളിൽ കാണാം. പദച്ഛേദം ഭവത്യേകനീടം, ഭവതി പ്ലസ് ഏകനീടം, കഥമിതി കഥം അധികം ഇതി, ശാപകാശ്ച ശാപകാഹ അധികം ച, നമസ്തേ നമഃ അധികം തേ, മഹത്തര ഏവ മഹത്തരഃ അധികം ഏവ. വിഗ്രഹം കൊടുത്തിട്ടുണ്ട്. വൃക്ഷലതാദീൻ, വൃക്ഷാഹ ലതാഹ ച ആദൗ യേഷാം തേ വൃക്ഷലതാദയഃ താൻ. വൃക്ഷങ്ങളും ലതകളും ഏതൊക്കെയാണോ അവയെല്ലാം ചേർന്നത്, യേഷാം തേ അവയെല്ലാം, വൃക്ഷലതാദയഃ ഇത് രണ്ടും കൂടി ചേർന്ന് വൃക്ഷലതാദികൾ, താൻ അതിനെ എന്നർത്ഥം. പക്ഷിമൃഗാദീൻ, അതുപോലെ തന്നെ പക്ഷിണഃ മൃഗാഹ ച ആദോ യേഷാം തേ പക്ഷിമൃഗാദയഃ, പക്ഷികളും മൃഗങ്ങളും കൂടിച്ചേർന്ന് ഇവയെല്ലാം ചേർന്ന് യേഷാം തേ എന്താണോ പറയുന്നത് പക്ഷിമൃഗാദയഃ എന്ന് പറയും, അതിനെ എന്നാണ് അർത്ഥം. പഠന പ്രവർത്തനങ്ങൾ. ഒന്നാമത്തത്, സംഭാഷണം കക്ഷ്യായാം അവതാരയതു. നമ്മുടെ ഈ പാഠഭാഗത്തുള്ള അധ്യാപകനും ലതയും തമ്മിലുള്ള സംഭാഷണം കുട്ടികളെ കൊണ്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് ആ പ്രവർത്തനം. അത് നിങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അടുത്തത്, ശബ്ദകോശം പഠിത്വ നൂതന പദാനാം അർത്ഥം ടിപ്പണി പുസ്തകേ ലിഖതു. ശബ്ദകോശം വായിച്ചിട്ട് നമ്മുടെ പുസ്തകത്തിൽ എല്ലാം ഇപ്പോൾ തന്നെ നമ്മുടെ എല്ലാ പുസ്തകത്തിലും ശബ്ദകോശം പാഠത്തിൻ്റെ പിന്നീട് ചേർത്തിട്ടുണ്ട്. ഇതിനകത്ത് 58-ാം പേജിലാണ് ശബ്ദകോശം കാണുന്നത്. അത് നോക്കിയിട്ട് എന്ത് ചെയ്യണം, നൂതന പദാനാം അർത്ഥം, പുതിയ പദങ്ങളുടെ അർത്ഥം ടിപ്പണി പുസ്തകേ ലിഖതു, ടിപ്പണി പുസ്തകത്തിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് നോക്കിയിട്ട് ആ പ്രവർത്തനം ചെയ്യുക. ശബ്ദകോശത്തിലും അല്ലാതെയുമുള്ള ചില അർത്ഥങ്ങൾ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. പുരതഃ അഗ്രേ, മുന്നിൽ എന്നർത്ഥം. ബഹവഃ അനേകേ, ഖിന്ന ദുഃഖിത, സമസ്യ ആകുലത, ശാപകാഹ ശിശവഃ കുട്ടികൾ എന്നാണ് അർത്ഥം. യച്ഛാമഹ ദാസ്യാമഹ നൽകും എന്നർത്ഥം. പാദപഃ തരുഹു വൃക്ഷഃ, അലം മാസ്തു ഡോണ്ട് എന്നാണ് അർത്ഥം.
അപ്പോൾ ഇത്രയും വാക്കുകൾ അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശബ്ദകോശം നോക്കി ബാക്കിയും കൂടി എഴുതുക. അടുത്ത പ്രവർത്തനം പേജ് നമ്പർ 55 ഉള്ളത്. ഒന്നാമത്തേത് സഹജീവി സ്നേഹം അധികൃത്യ ചർച്ചാം കരോതു. അതായത് സഹജീവി സ്നേഹത്തെക്കുറിച്ച് ചർച്ച നടത്താനാണ്. അതിന് സൂചനകൾ കൊടുത്തിട്ടുണ്ട്. പരസ്പര സ്നേഹ, കാരുണ്യം, പരോപകാര, ആർദ്രത, ദയ. പരസ്പര സ്നേഹം, കാരുണ്യം, പരോപകാരം, ആർദ്രത, അലിവ്, കനിവ് എന്നൊക്കെ പറയാം, ദയ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് എന്താണ് ചർച്ച സംഘടിപ്പിക്കണമെന്നാണ് പറയുന്നത്. അതൊരു ലഘു ചർച്ച നടത്തിയിട്ട് അതിൻ്റെ ക്രോഡീകരണമാണ് അവിടെ നൽകേണ്ടത്. മലയാളത്തിലൊക്കെ ചർച്ചകൾ സംഘടിപ്പിച്ച് സംസ്കൃത വാക്കുകളൊക്കെ ചേർത്ത് നമുക്ക് ആ ചർച്ച 5ാം ക്ലാസ്സിലെ കുട്ടികളായതുകൊണ്ട് വളരെ ലളിതമായ രീതിയിൽ ആ ചർച്ച നമുക്ക് എന്ത് ചെയ്യണം, ക്രോഡീകരിക്കണം. സഹജീവി സ്നേഹത്തെക്കുറിച്ച് കുട്ടികൾ തിരിച്ചറിയണമെന്നാണ് ലക്ഷ്യം. ആ പേജിൽ തൊട്ട് താഴെ കാണുന്ന പ്രവർത്തനം നോക്കൂ. സംബോധന രൂപാണി പൂരയതു. സംബോധന രൂപങ്ങൾ പൂരിപ്പിക്കാനാണ്. ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ബാലഹ, ഹേ ബാല എന്നാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് നോക്കൂ. ആ ഫസ്റ്റ് കോളം ബാലഹ, മഹോദയ, ഛാത്ര, മഹാശയ, ലത, ബാലിക, വത്സ, സുമ. പുല്ലിംഗ പദങ്ങളും സ്ത്രീലിംഗ പദങ്ങളും കൊടുത്തിട്ടുണ്ട്. പുല്ലിംഗ പദങ്ങൾ സംബോധന, ഏതൊരു വസ്തുവിനെ നമ്മൾ അഭിസംബോധന വിളിക്കുമ്പോൾ അല്ലേ, അപ്പോൾ സംബോധന രൂപം നമുക്ക് ഒരുപോലെ പഠിക്കാനുള്ളതാണ്. എന്താണ് ഇപ്പോൾ ഹേ ബാല, ആൺകുട്ടി അല്ലേ, ആൺകുട്ടി. അപ്പോൾ ആ കുട്ടിയെ വിളിക്കുകയാണ് ഹേ ബാല എന്നാണ് വിളിക്കേണ്ടത്. വലതുവശത്ത് നമ്മൾ അതിശയ ചിഹ്നം കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഏത് സംബോധന രൂപത്തിൻ്റെ വലതുവശത്ത് എന്ത് ചെയ്യണം, അതിശയ ചിഹ്നം കൊടുക്കണം. അപ്പോൾ പുല്ലിംഗ ശബ്ദമാണെങ്കിൽ വിസർഗം ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മുമ്പിൽ ഒരു ഹേ ചേർത്തിട്ട് വിസർഗം ഒഴിവാക്കി ഹേ ബാലഹ എന്നുള്ളത് ഹേ ബാല എന്നാവുന്നു. മഹോദയ എന്നുള്ളത് ഹേ മഹോദയ എന്നാവും. ഛാത്ര എന്നുള്ളത് ഹേ ഛാത്ര എന്നാവും. ഹേ മഹാശയ എന്നുള്ളത് ഹേ മഹാശയ എന്ന് വരും. അടുത്തതിന് സ്ത്രീലിംഗ ശബ്ദമാണ്. ലതാ ശബ്ദമാണെങ്കിൽ ആന്ന് ദീർഘമല്ലേ, അപ്പോൾ ലത, ലതേ എന്നാണ് നമ്മൾ പറയേണ്ടത്. ഹേ ലതേ, ആന്നുള്ളത് എ എന്നാവും. എന്നിട്ട് അതിശയ ചിഹ്നം കൊടുക്കുക. ബാലിക, ഹേ ബാലികേ. വത്സ, ഹേ വത്സേ. സുമ, ഹേ സുമേ. ഇങ്ങനെ ആ എന്ന് അവസാനിക്കുന്ന സ്ത്രീലിംഗ ശബ്ദത്തിൻ്റെ അവസാനത്തെ ആ ദീർഘം ആ അക്ഷരത്തിൻ്റെ തൊട്ട് മുമ്പിലുള്ള അക്ഷരത്തിൻ്റെ മുകളിൽ എ എന്ന് വരും. ലത എന്ന ദീർഘം തായുടെ മുകളിൽ എ എന്ന് വരും, ലതേ എന്നാവും. ബാലികയിലെ കായുടെ മുകളിൽ എ എന്ന് വരും, ബാലിക എന്നാവും. വത്സ എന്നുള്ളതിലെ സായുടെ മുകളിൽ എ എന്ന് വന്ന് വത്സേ എന്നാവും. സുമ എന്നതിൻ്റെ മായുടെ മുകളിൽ എ എന്ന് വരും, സുമേ എന്നാവും. നിങ്ങൾക്കതൊന്ന് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. ബാലഹ എന്നുള്ളത് ഹേ ബാല എന്നായതുപോലെ മഹോദയ ഹേ മഹോദയ, ഛാത്ര ഹേ ഛാത്ര, മഹാശയ ഹേ മഹാശയ എന്ന് പുല്ലിംഗ ശബ്ദങ്ങൾ വന്നു. ലത എന്നുള്ള സ്ത്രീലിംഗ ശബ്ദം തൊട്ട് ലത ഹേ ലതേ അതിശയ ചിഹ്നം കൊടുക്കുന്നു. ബാലിക ഹേ ബാലികേ അതിശയ ചിഹ്നം. വത്സ ഹേ വത്സേ അതിശയ ചിഹ്നം. സുമ ഹേ സുമേ അതിശയ ചിഹ്നം കൊടുക്കുന്നു. ഇങ്ങനെ ആ പ്രവർത്തനം പൂർത്തീകരിക്കുക. അടുത്ത പ്രവർത്തനം നോക്കാം. പേജ് നമ്പർ 56. പേട്ടികാതഃ പദാനി സ്വീകൃത്യ ആചാരോപചാര ശബ്ദാൻ സംബോധന ശബ്ദാൻ ച വിവിച്യ ലിഖതു. തൊട്ട് താഴെ നൽകിയിരിക്കുന്ന കോളത്തിൽ നിന്നും നൽകിയിരിക്കുന്ന ആചാരോപചാര ശബ്ദങ്ങളെയും സംബോധന രൂപങ്ങളെയും തിരിച്ച് താഴെ നൽകിയിരിക്കുന്ന 2 കോളങ്ങളിലായിട്ട്, 2 കോളത്തിൽ ഒന്നിൽ ആചാരോപചാര ശബ്ദാഹ എന്ന് കൊടുത്തിട്ടുണ്ട്, വലതുവശത്ത് സംബോധന രൂപാണി എന്നും കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെ വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. സുപ്രഭാതം, പുത്ര, മഹോദയ, ധന്യവാദഃ, മാളവികേ, പുനർമിലാവഹ, ലതികേ, നമസ്തേ തുടങ്ങിയ വാക്കുകളാണ്. നമ്മൾ നോക്കൂ, ഒരാളെ സംബോധന ചെയ്യുന്ന ആളുടെ പേരായിരിക്കും അല്ലെങ്കിൽ ആളെ കുറിച്ചായിരിക്കും പറയുക. അല്ലാതുള്ളതെല്ലാം എന്താണ്, ആചാര ഉപചാര ശബ്ദങ്ങളായിരിക്കും. അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്നത് എങ്ങനെയാണ്, ഈ ക്രമം എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ആചാര ഉപചാര ശബ്ദങ്ങളിൽ നമസ്തേ, സുപ്രഭാതം, ധന്യവാദഃ, പുനർമിലാവഹ എന്നിവ വരും. നമസ്തേ സുപ്രഭാതം ഗുഡ് മോർണിംഗ്, ധന്യവാദഃ നന്ദി, പുനർമിലാവഹ വീണ്ടും കാണാം എന്നിവ വരും. സംബോധന രൂപങ്ങളിൽ മഹോദയ, പുത്ര, മാളവികേ, ലതികേ. മഹോദയ സാറേ എന്ന് പറയില്ലേ നമ്മൾ, പുത്ര എന്ന് നമ്മൾ വിളിക്കില്ലേ. മാളവിക ഒരു കുട്ടിയുടെ പേരാണ്, മാളവികയെ എന്ന് വിളിക്കുകയാണ്. ലതിക എന്ന് കുട്ടിയുടെ ലതികയെ എന്ന് വിളിക്കുകയാണ്. അങ്ങനെ സംബോധന രൂപങ്ങൾ വലതുവശത്തും വരും. ഇങ്ങനെയാണത് അറേഞ്ച് ചെയ്യേണ്ടത്. പാഠഭാഗത്തെ അവസാന പ്രവർത്തനം റിക്തസ്ഥാനാനി പൂരയതു. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ്. ലട്ടും ലോട്ടും. ലട്ട് വർത്തമാനകാലമാണ്, ലോട്ട് ആജ്ഞാരൂപമാണ്. ആശീർവാദം ആജ്ഞാരൂപങ്ങൾ പ്രയോഗിക്കുന്നതാണ് ലോട്ട് ലകാരം. വളരെ സിമ്പിളാണത്. ഇടതുഭാഗത്തെല്ലാം വർത്തമാനകാലത്തിലെ ക്രിയാപദങ്ങളാണ്. ആഗച്ഛതി വരുന്നു, ഉപവിശതി ഇരിക്കുന്നു, പഠതി പഠിക്കുന്നു അല്ലെങ്കിൽ വായിക്കുന്നു, ഗച്ഛതി
പോകുന്നു, വദതി പറയുന്നു, ലിഖതി എഴുതുന്നു. ഇവയെ ലോട്ട് രൂപത്തിലേക്ക്, അങ്ങനെ ചെയ്യൂ എന്ന ആജ്ഞാരൂപത്തിലേക്ക് മാറ്റുമ്പോൾ ആഗച്ഛതിയുടെ വലതുവശത്ത് ആഗച്ഛതു, ഉപവിശതി ഉപവിശതു, പഠതി പഠതു എന്ന് വരും. ഗച്ഛതി ഗച്ഛതു, വദതി വദതു, ലിഖതി ലിഖതു. എളുപ്പത്തിൽ ചെയ്യാനായിട്ട് തീക്ക് പകരം തൂ ചേർക്കുക എന്ന് കുട്ടികളോട് പറയുക. ഊ എന്ന് തീക്ക് പകരം ഈക്ക് പകരം ഊ ആണ് ചേർക്കേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു മാതൃക ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഓരോന്നിൻ്റെ നേരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഉപവിശതി ഉപവിശതു, പഠതി പഠതു, ഗച്ഛതി ഗച്ഛതു, വദതി വദതു, ലിഖതി ലിഖതു. അപ്പോൾ ഓരോന്നിൻ്റെ അർത്ഥം മാറുന്നത് എങ്ങനെയാണ്? ഉപവിശതു ഇരിക്കൂ, പഠതു പഠിക്കൂ അല്ലെങ്കിൽ വായിക്കൂ, ഗച്ഛതു പോകൂ, വദതു പറയൂ, ലിഖതു എഴുതൂ എന്ന അർത്ഥങ്ങളിലാണ് ലോട്ടിലെ കാര്യത്തിലേക്ക് വരുമ്പോൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ രൂപത്തിലേക്ക് കുട്ടികൾ വരാൻ വേണ്ടിയിട്ട് തൂ എന്ന് ചേർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുക. അനുബന്ധത്തിൽ മറ്റൊരു കാര്യം കൂടി നമുക്കൊന്ന് നോക്കാം. അവിടെ അമരകോശം കൊടുത്തിട്ടുണ്ട്. നീഡം എന്ന വാക്കിൻ്റെ അമരകോശം, മറ്റുള്ള അർത്ഥങ്ങൾ വരുന്ന അമരകോശം കൊടുത്തിട്ടുണ്ട്. വൃക്ഷ എന്നതിനും കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് ആചാര ഉപചാര ശബ്ദങ്ങൾ ഒന്നുകൂടി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി കൊടുത്തിട്ടുണ്ട്. അവിടെ നമസ്തേ, ആഗച്ഛതു, ഉപവിശതു, കുശലം കിം, എന്താ വിശേഷം നമ്മൾ ചോദിക്കില്ലേ, സുപ്രഭാതം, ശുഭരാത്രി, ക്ഷമ്യതാം, ക്ഷമിച്ചാലും, അഭിനന്ദനാനി, അഭിനന്ദനങ്ങൾ, ധന്യവാദ തുടങ്ങിയ വാക്കുകളും അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് കുട്ടികളെ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ധന്യവാദ. പുനർമിലാമഹ.